ഈ റിലീഫിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കുഞ്ഞാപ്പു ഹാജി, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മാനുപ്പ മണ്ണിങ്ങൽ സാഹിബ് അവറുകൾ, അതുപോലെ വേദിയിലിരിക്കുന്ന CK ഹദ്ദു ഹാജി, PT മാഷ, AC യാഫിഖ് അടക്കമുള്ള പ്രിയപ്പെട്ട ഈ ട്രസ്റ്റിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള സുലൈമാൻ അടക്കമുള്ള പ്രിയ കാരണവന്മാരെ, മറ്റു നാട്ടുകാരെ, നമുക്കറിയാം ഈ റമദാൻ മാസത്തിൽ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള റിലീഫ് വിതരണമാണ് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ മാനുപ്പ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് വീരാശേരിപ്പടിയിലുള്ള ഈ പൊന്മുണ്ടത്തുള്ള കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സമയത്ത്, ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ആ സമയത്ത് പല ആളുകൾക്കും വളരെ പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയ റിലീഫ് പ്രവർത്തനങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ജാതി ഭേദമന്യേ എല്ലാവർക്കും ഓണം വന്നാൽ ഓണക്കിറ്റ് വിതരണവും, പെരുന്നാൾ വന്നാൽ പെരുന്നാൾ കിറ്റ് വിതരണവും, റമദാൻ മാസത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കിടപ്പിലായി മെമ്പർ എന്ന രീതിയിൽ പല ആളുകളും എന്നെ ബന്ധപ്പെടുമ്പോൾ ആദ്യം നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വാട്ടർ ബെഡ് ഉണ്ടോ, അല്ലെങ്കിൽ വീൽ ചെയർ ഉണ്ടോ, അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ച് നമ്മൾ ആദ്യം വിളിക്കുന്ന പേര് സുലൈമാനായിരിക്കും, അല്ലെങ്കിൽ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിനെയായിരിക്കും. അവൻ അത് വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. വരും നാളുകളിൽ, വരും ദിവസങ്ങളിൽ എനിക്കറിയാൻ സാധിച്ചത് സുലൈമാനാണ് പറയേണ്ടത്, ഈ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആസ്ഥാനം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളടക്കം ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആ രീതിയിലേക്ക് പൊന്മുണ്ടത്തെ അല്ലെങ്കിൽ പൊന്മുണ്ടത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഒരു അത്താണിയായിട്ട് ഈ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ഒട്ടനവധി റിലീഫ് പ്രവർത്തനങ്ങളും മറ്റുള്ള കാരുണ്യ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ ട്രസ്റ്റ് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ PMAY പിന്നെ ഭവന പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതിന് അപേക്ഷ സമർപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളെ ഈ ആളുകൾ കൂടിയത് കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകളുണ്ടാവും, അല്ലെങ്കിൽ വീടില്ലാത്ത അല്ലെങ്കിൽ കൂരയില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് വീട് ഒരുക്കുന്ന പദ്ധതി കൂടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അപേക്ഷ സമർപ്പിക്കണം. അതിന് ക്യാമ്പ് നടത്തുന്നുണ്ട്. ആ ക്യാമ്പിൻ്റെ ഡേറ്റും കാര്യങ്ങളും തീയതിയും അല്ലെങ്കിൽ സ്ഥലവും എല്ലാം നിങ്ങൾ അറിയിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ആരെങ്കിലും പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് വീട് ഒരുക്കുന്ന പദ്ധതിയിലേക്ക് അവരെയും കൂടി പിന്നെ നിങ്ങൾ അറിയിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സഹകരിക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.